കൊച്ചിയിൽ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് ഓൺലൈൻ വഴി പണം തട്ടാൻ ശ്രമം. സിബിഐ ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് സൈബർ തട്ടിപ്പിന് ശ്രമിച്ചത്. ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, എങ്ങനെയായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പിന് ശ്രമം നടന്നത്? ആര്യ, ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഈ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് ഒരു ഫോൺ കോൾ വരുന്നത്. അത് CBI ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് ഇദ്ദേഹത്തിനോട് ഫോണിൽ സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കേസ് CBI രജിസ്റ്റർ ചെയ്തൊരു കേസിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടിൽ ഈ ജെറി അമൽദേവിൻ്റെ അക്കൗണ്ടിലേക്കും ഈ തട്ടിപ്പ് പണം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളെ കൂടി പ്രതി ചേർക്കാൻ പോവുകയാണ് എന്നാണ് അവർ ഫോണിലൂടെ അറിയിച്ചത്. പിന്നീട് ഈ അറസ്റ്റ് ഒഴിവാക്കാനായി 1,70,70,000 രൂപ അടിയന്തരമായി അക്കൗണ്ടിലേക്ക് അയച്ചു നൽകണം എന്നാവശ്യപ്പെട്ടൊരു അക്കൗണ്ട് നമ്പറും ഇദ്ദേഹത്തിന് കൈമാറി. തുടർന്ന് നിരന്തരം കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇദ്ദേഹത്തിന് ഈ പേരും പറഞ്ഞ് നിരന്തരം അവിടെ നിന്ന് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഈ പണം ആവശ്യപ്പെട്ട കാര്യം പുറത്ത് ആരോടും പറയരുത്, അത് രഹസ്യമാണ്. കാരണം ആ പണം നൽകിയെങ്കിൽ മാത്രമേ ഈ അറസ്റ്റിൽ നിന്ന്, ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അക്കാര്യം ആരോടും പറയരുത് എന്ന് പറയുകയും നിരന്തരം ഈ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം നേരെ കൊച്ചിയിൽ തന്നെയുള്ള ഫെഡറൽ ബാങ്കിൽ ചെന്നു. അവിടെ തൻ്റെ അക്കൗണ്ടുള്ള ആ ശാഖയിൽ ചെന്ന ശേഷം ഈ പണം പിൻവലിക്കാനായി ബാങ്ക് മാനേജർക്ക് അപേക്ഷ നൽകി. 1,70,70,000 രൂപ പിൻവലിക്കണം എന്ന് പറയുകയും അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് സംഘവുമായി ഇദ്ദേഹത്തിന് ഫോൺ വരുന്നുണ്ട്. ആ ഫോണിൽ സംസാരിക്കുന്നത് ബാങ്ക് മാനേജർ കേൾക്കുകയും അതിൽ ബാങ്ക് മാനേജർക്ക് ഒരു സംശയം ഉണ്ടാവുകയും ചെയ്തു. ബാങ്ക് മാനേജർ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു തട്ടിപ്പാണെന്നാണ് തോന്നുന്നത്, ആ തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമാണ് എന്നൊക്കെ ബാങ്ക് മാനേജർ പറഞ്ഞെങ്കിലും ആദ്യഘട്ടത്തിൽ ജെറി അമൽദേവിന് അത് വിശ്വാസം വന്നില്ല. ഇത്തരത്തിൽ വീണ്ടും അദ്ദേഹം പണം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ബാങ്ക് മാനേജർക്ക് ശക്തമായ സംശയമുള്ളതുകൊണ്ട് തന്നെ നേരെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് അവിടെ എത്തിയാണ് ഇത് തട്ടിപ്പാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഈ ഇടപാടിൽ നിന്ന് ജെറി അമൽദേവിനെ പിന്തിരിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് എന്തായാലും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.